ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു താലപ്പൊലി ദിവസമാണ് കേട്ടോ. ഇന്ന് വളരെ ടെൻഷൻ അടിച്ച് നടത്തിയത്. ഒരാൾ ആർക്കും കൊടുക്കാതെ ഇരുന്ന് പായസം കുടിക്കുകയാണ്. ചോദിച്ചു നോക്കാം തരുമെന്ന്. അമ്മയ്ക്ക് തരുമോ? കുറച്ച് അമ്മയ്ക്ക് പായസം തരുമോ? അമ്മയ്ക്ക് തരുമോ? അതോ അമ്മയ്ക്ക് തരുമോ? അതോ ഇല്ല, തരുന്ന ലക്ഷണമൊന്നുമില്ല. ശരി, അത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണ് കേട്ടോ. അമ്പലത്തിൽ പാൽപ്പായസമാണ്. ഇവിടെ 21-ാം തീയതി ഉത്സവം തുടങ്ങിയായിരുന്നു. ആദ്യത്തെ ദിവസമാണ്. ഇന്ന് താലപ്പൊലിയാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ഉണ്ട് താലപ്പൊലി. നമ്മുടെ നേർച്ചയുണ്ടായിരുന്നു ഒരു 51 താലം. വൈകുന്നേരമാണ് താലം വരുന്നത്. അപ്പോൾ ഇരുന്ന് പായസം കുടിക്കട്ടെ. അപ്പോൾ കുരുത്തോല വെട്ടണം, പിന്നെ പൂങ്കുല, പിന്നെ കിഴി കെട്ടണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് ഇടിച്ചക്ക തോരനാണ്. ഇപ്പോൾ ഇടിച്ചക്ക ഇട്ട് ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്, അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ കുക്കറിൽ വന്നിട്ട് ഗ്രീൻ പീസ്, അതായത് വൈകുന്നേരം അപ്പം കറിയാണ് എല്ലാവർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഗ്രീൻ പീസ്, പിന്നെ അപ്പോൾ അത് അടുപ്പത്ത് അരി തിളക്കട്ടെ. പിന്നെ വൈകുന്നേരം സ്റ്റൂവിന് വേണ്ട കിഴങ്ങ് നമ്മൾ അരിഞ്ഞിട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്, കറയാവാതിരിക്കാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് കുരുത്തോല. നമ്മൾ കുറച്ച് അവിടെ നിന്ന് വെട്ടിയിട്ട് വന്നതാണ്. പിന്നെ അത് അപ്പുറത്ത് പൂങ്കുലയുണ്ട്. പിന്നെ വൈകുന്നേരം താലത്തിന് വേണ്ട എണ്ണ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് നമ്മൾ കെട്ടണം, അത്രയേ ഉള്ളൂ. കെട്ടുന്നുണ്ട്, കിഴി കെട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിഴി കെട്ടണമെന്ന് എനിക്കറിയില്ല, കുറേ പണിയാണ്. അരി വെച്ചിട്ടുണ്ട് കിഴി ഉണ്ടാക്കുന്നത്. പിന്നെ ചെണ്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 3-4 മണിയാകുമ്പോൾ നമ്മൾ ചെണ്ടമേളം തുടങ്ങി. ചെണ്ട ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഭയങ്കര ഇഷ്ടമാണ് ചെണ്ട. അതിൻ്റെ ഒപ്പം നിന്ന് കൊട്ടിക്കോളും. കൊട്ടുന്നത്. പിന്നെ അതവിടെ തേങ്ങയൊക്കെ ഉടയ്ക്കണം. നമുക്ക് 51 താലമാണ്. അപ്പോൾ ഒരു 51 തേങ്ങ, അതായത് 51 മുറി തേങ്ങ വേണം. കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരിക്കാൻ വേണ്ടി ഇതാ കുരുത്തോലയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കുരുത്തോലയൊക്കെ കെട്ടിക്കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം അവർക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. കറി മാത്രമേ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ ഒരാൾ ഇതൊക്കെ എല്ലാം ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ഒരു പുതിയ കാര്യമാണ്. ഭയങ്കര ഇഷ്ടമാണ് ചെണ്ട, മേളം, ആന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് അവൻ ഡായ് എന്നൊക്കെ പറയുന്നുണ്ട്. സൂപ്പറാണെന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി. ഇവനെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ അങ്ങനെ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിളക്ക്, തേങ്ങയൊക്കെ ഉടച്ചിട്ടുണ്ട്, കിഴിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തിന് വേണ്ട പൂ റെഡിയാക്കിയിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതവിടെ ഒരാൾ ഇരുന്ന് അതിൻ്റെ ഇടയിലും ഇരുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയായി എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താലത്തിനുള്ള ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഏകദേശം റെഡിയായി. താലം തുടങ്ങാറായി. അപ്പം എല്ലാത്തിനും താലം ഒരുക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാം 51 ആയില്ലായിരുന്നു. അവസാനമാണ് ഒരു 4 പേര് വന്നത്. അപ്പോഴാണ് 53 താലം കിട്ടി. ഞങ്ങൾക്ക് ടെൻഷൻ അടിച്ചായിരുന്നു. കാരണം 51 നേർച്ചയുള്ളതുകൊണ്ട് 51 തന്നെ വേണമെന്നുണ്ടല്ലോ. 51 കുറയാൻ പാടില്ല എന്നുണ്ടല്ലോ. 51 ആയിരുന്നില്ല, 46, 47 അങ്ങനെ എത്ര ആയിട്ടുള്ളൂ. ലാസ്റ്റ് വന്നപ്പോഴാണ് 51 തികഞ്ഞ് വീണ്ടും 2 താരം കൂടെ ഒറ്റ സംഖ്യ ആവണം.
നമ്മുടെ തലത്താലും ഉണ്ട്, തലത്താലും കൂടി കൂട്ടിയിട്ട് ഒറ്റ സംഖ്യ ആവണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താലം എടുക്കണ നേരത്താണ് അവസാനം 4 പേരും കൂടി വന്നത്. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അല്ലെങ്കിൽ താലം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് നടത്തിയിട്ട് കാര്യമില്ലാതാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും താലത്തിന് വേണ്ട എല്ലാം, അതായത് തേങ്ങ, കിഴി, എണ്ണ, പിന്നെ അരി, പൂവ്, പിന്നെ എല്ലാം, അത് പൂക്കുല, അതെല്ലാം കൂടി കൊടുക്കുകയാണ്. കൊടുത്തിട്ട് നമ്മൾ താഴെ നിരത്തി വയ്ക്കും. വെറും നിലത്ത് മണ്ണിൽ വയ്ക്കാൻ പാടില്ലെന്നുണ്ട് താലം. അപ്പോൾ നമ്മൾ ഒരു പേപ്പർ വിരിച്ചിട്ടാണ്, ഹോൾ പേപ്പർ വിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. താലം ഏകദേശം ആയി. പക്ഷേ ഇപ്പോഴാണ് 51 തികഞ്ഞില്ലായിരുന്നു. പിന്നെയാണ് ലാസ്റ്റ് വരുന്നത്. താലം നിരത്തി വെച്ചിട്ടൊന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ചു. താലം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണി നോക്കിയിട്ട് വേണം 51 തികയ്ക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ 4 പേരും കൂടി വന്ന് 51 ആയിട്ടുണ്ട്. 53 താലമായിട്ടുണ്ട്. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോണ വഴിയാണ്. പോണ വഴി പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അത്യാവശ്യം നനഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പകുതി എത്തുമ്പോഴേക്കും മഴ പെയ്തു. പിന്നെ അമ്പലത്തിൽ എല്ലാവരും കുളിച്ചിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മഴ മാറിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തേക്ക്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.